നമസ്കാരം, ഞാൻ പൂജ വിജയൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേർഡ് ബൈ ARMC. ഇടവേളയില്ലാത്ത നാടകം. ഹൈക്കമാൻഡിനെ കാഴ്ചക്കാരാക്കി ഡൽഹിയിൽ കോൺഗ്രസ് രാഷ്ട്രീയ നാടകങ്ങൾക്ക് തുടർച്ച. അയവില്ലാത്ത തർക്കത്തിന് ക്ലൈമാക്സ് നിശ്ചയിക്കാൻ സോണിയ. രാവിലെ സ്ക്രീനിംഗ് കമ്മിറ്റിയും പിന്നീട് തിരഞ്ഞെടുപ്പ് സമിതി യോഗവും ചേരും. ബലപരീക്ഷയിൽ ജയം സുധീരനോ ഉമ്മൻചാണ്ടിക്കോ എന്ന് ഇന്നറിയാം. കഴിഞ്ഞ ദിവസങ്ങളിൽ പലവട്ടം യോഗം ചേർന്നിട്ടും കീറാമുട്ടിയായി തുടരുന്ന 4 സീറ്റിൽ വിട്ടുവീഴ്ചകൾക്ക് വഴങ്ങാതെ മുഖ്യനും KPCC അധ്യക്ഷനും. തർക്കങ്ങൾക്ക് ശമനമില്ലാതിരിക്കെ 70ഓളം സീറ്റിൽ ഏകദേശ ധാരണ. മത്സരിക്കാനില്ലെന്ന് പ്രഖ്യാപിച്ച TN പ്രതാപന് കയ്പമംഗലത്ത് ടിക്കറ്റ് നൽകിയത് രാഹുൽ ഗാന്ധി നേരിട്ട്. തൃശൂരിൽ തേറമ്പലിനു പകരം പത്മജിക്ക് ഹൈക്കമാൻഡിന്റെ ഗ്രീൻ സിഗ്നൽ. കായംകുളത്ത് M ലിജുവും കുന്നമംഗലത്ത് T സിദ്ദിഖും മത്സരിക്കും. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസിന് ഉടുമ്പൻചോലയിൽ ഭാഗ്യപരീക്ഷണം. തർക്ക സീറ്റുകളിൽ തീർപ്പിന് തയ്യാറാകാതെ മുഖ്യനും സുധീരനും തുടരവെ ഒത്തുതീർപ്പ് ഫോർമുലയുടെ സമ്മർദ്ദത്തിൽ ഹൈക്കമാൻഡ്. സോണിയുടെ അന്തിമവിധി AK ആന്റണിയുടെ ഫോർമുല ആധാരമാക്കിയാകുമെന്ന് സൂചന. നാടകം തീരുമ്പോൾ നായകവേഷം ആർക്കെന്ന ചോദ്യം പിന്നെയും ബാക്കി. ഇനി മുന്നണി വിശേഷം. അങ്കക്കുറി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ്. ഇപ്പോൾ ഓരോ ക്യൂട്ടി സോപ്പ് വാങ്ങുമ്പോഴും 5 രൂപ വില വരുന്ന കറ്റാർ വാഴ ഷാംപൂ തികച്ചും സൗജന്യം. അങ്കമാലി സീറ്റിൽ പിണക്കത്തിലായ ജോണി നെല്ലൂർ നിലപാട് കടുപ്പിച്ചും മയപ്പെടുത്തിയും ചാഞ്ചാട്ടത്തിൽ. പാർട്ടി യോഗത്തിൽ മയപ്പെട്ട ജോണി ഒരു മുന്നണിയോടും ഐത്തമില്ലെന്ന ചൂണ്ടയുമായി വീണ്ടും. കോതമംഗലത്ത് സീറ്റ് നൽകാനുള്ള ഇടതു നീക്കങ്ങൾക്കിടെ UDFനു മേൽ വീണ്ടും സമ്മർദ്ദത്തിന് നെല്ലൂർ. ഡൽഹി നാടകങ്ങളിൽ മുടങ്ങിപ്പോയ സീറ്റ് വിഭജന ചർച്ച ഇനി മുഖ്യമന്ത്രിയുടെ മടക്കത്തിനു ശേഷം. ഒരു സീറ്റെങ്കിലും അധികം കിട്ടുമെന്ന അവസാന പ്രതീക്ഷ വിടാതെ മാണിയും. കരുനാഗപ്പള്ളിക്കായി കൊണ്ടുപിടിച്ച് ലീഗും. പുനലൂർ നൽകാമെന്ന നിർദ്ദേശം തള്ളിയ JDUവും കാത്തിരിപ്പിൽ. കേരള കോൺഗ്രസിന് അധിക സീറ്റ് നൽകാതെ കുട്ടനാട് പൂഞ്ഞാർ സീറ്റുകളിലെ അവകാശവാദം ഉപേക്ഷിച്ച് മാണിയെ മെരുക്കാൻ കോൺഗ്രസ് തീരുമാനം. കൂട്ടക്കുഴപ്പങ്ങൾക്കിടെ അരൂരും ആറ്റിങ്ങലും അധികം കിട്ടിയ സംതൃപ്തിയിൽ RSP. അങ്കക്കുറി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ്. ഇപ്പോൾ ഓരോ ക്യൂട്ടി സോപ്പ് വാങ്ങുമ്പോഴും 5 രൂപ വില വരുന്ന കറ്റാർ വാഴ ഷാംപൂ തികച്ചും സൗജന്യം. വോട്ടുറപ്പിക്കാൻ നെട്ടോട്ടം. പശ്ചിമ ബംഗാളിലും അസമിലും ആദ്യഘട്ട വോട്ടെടുപ്പ് മറ്റന്നാൾ. തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ബംഗാളിലെ ജംഗിൾ മഹൽ മേഖലയിൽ ഉൾപ്പെട്ട 18 മണ്ഡലങ്ങളിലേക്കും അസമിലെ 65 മണ്ഡലങ്ങളിലേക്കും. പരസ്യപ്രചരണത്തിന് ഇന്ന് സമാപനം. ബംഗാളിൽ മമതയ്ക്കെതിരെ കൈകോർത്ത് CPM കോൺഗ്രസ് സഖ്യം 100-ലധികം സീറ്റുകൾ നേടുമെന്ന് അഭിപ്രായ സർവേ പ്രവചനങ്ങൾ. ബംഗ്ലാദേശി കുടിയേറ്റം മുഖ്യ പ്രചരണ ആയുധമായ അസമിൽ BJPയുടെ നേതൃത്വത്തിൽ തൂക്കുമന്ത്രിസഭ വരുമെന്നും കണക്കുകൂട്ടൽ. ചരിത്രം തിരുത്തിയ വിധി. മഹാരാഷ്ട്രയിൽ സ്ത്രീകളുടെ ക്ഷേത്രപ്രവേശനം സംബന്ധിച്ച ചരിത്രവിധിക്ക് പിന്നാലെ സംസ്ഥാനത്ത് സുരക്ഷ ശക്തമാക്കി സർക്കാർ. എല്ലാ ക്ഷേത്രങ്ങളിലും പ്രവേശിക്കുക സ്ത്രീകളുടെ മൗലിക അവകാശമാണെന്ന് ചൂണ്ടിക്കാട്ടി മുംബൈ ഹൈക്കോടതിയുടെ നിർണായക വിധി വന്നത് ഇന്നലെ. അക്കാര്യം സംസ്ഥാന സർക്കാർ ഉറപ്പുവരുത്തണമെന്നും നിർദ്ദേശം. സ്ത്രീകൾക്ക് ക്ഷേത്രപ്രവേശനം അനുവദിക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് സംസ്ഥാന സർക്കാരിന്റെ ഉറപ്പ്. വനിതകൾക്ക് ശ്രീകോവിൽ പ്രവേശന വിലക്കുള്ള അഹമ്മദ് നഗറിലെ ശനിക്ഷേത്രത്തിൽ ഇന്നു തന്നെ പ്രവേശിക്കുമെന്ന് ഭൂമാതാ ബ്രിഗേഡ് പ്രവർത്തകർ. പ്രതീക്ഷയുടെ സന്ദർശനം. ഭീകരതയ്ക്കെതിരെ പോരാടാൻ ലോകരാജ്യങ്ങളെ ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രിയുടെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് തുടർച്ച. അമേരിക്കയിലെ ഔദ്യോഗിക പരിപാടികൾ പൂർത്തിയാക്കി മോദി സൗദി അറേബ്യയിലേക്ക്. പ്രധാനമന്ത്രിയായ ശേഷമുള്ള മോദിയുടെ ആദ്യ സൗദി സന്ദർശനം 2 ദിവസം നീളും. ലോകരാഷ്ട്രങ്ങൾ ആണവ സുരക്ഷയ്ക്ക് പ്രഥമ പരിഗണന നൽകണമെന്ന് വാഷിംഗ്ടണിലെ ഉച്ചകോടിയിൽ നരേന്ദ്രമോദി. ഭീകരതയ്ക്ക് അറുതി വരുത്താതെ ആണവ ഭീകരതയെ ചെറുക്കാനാവില്ലെന്നും പ്രധാനമന്ത്രി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവേർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.